മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. വട്ടക്കാട് ടവർ ഭാഗത്താണ് രാവിലെ കാട്ടാനെത്തിയത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കണ്ടുവരാം. രാഹുൽ സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, പടയപ്പ ഓരോ ദിവസവും ഓരോ സ്ഥലത്തെത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾക്ക്. ഇന്നിപ്പോൾ വട്ടക്കാട് ടവർ ഭാഗത്താണ് ഇറങ്ങിയതല്ലേ? ശ്രുതി, കഴിഞ്ഞ കുറച്ച് ദിവസമായി പടയപ്പയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയാണ് മൂന്നാർ മേഖലയിൽ വീണ്ടും പടയപ്പ തിരിച്ചെത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ദേശീയപാത കടന്നുകൊണ്ട് മൂന്നാർ വട്ടക്കാട് ടവർ ഭാഗത്താണ് ഇന്ന് രാവിലെ 7:30 പടയപ്പ എത്തിയത്. രാവിലെ സമയമായതിനാൽ ഈ ആളുകളൊക്കെ തോട്ടം മേഖലയിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നിരവധി ആളുകളും വാഹനങ്ങളൊക്കെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് പടയപ്പ എത്തിയത്. പക്ഷേ വാഹനങ്ങൾക്ക് നേരെയോ ആളുകൾക്ക് നേരെയോ അക്രമം അഴിച്ചുവിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉണ്ടായിരുന്ന വാഴകളൊക്കെ ഭക്ഷിച്ച ശേഷം നടന്ന് മുന്നോട്ട് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ എത്തിയിരുന്നതിനാൽ വനംവകുപ്പ് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജനവാസ മേഖലയിലാണ് ഉള്ളത്. വരും മണിക്കൂറുകളിൽ ചൊക്കനാട്, കുളമാങ്കൈ, ഇറച്ചിൽപ്പാറ, ലാക്കാട് തുടങ്ങിയ മേഖലയിലേക്ക് പടയപ്പ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ തോട്ടം മേഖലയിലെ ജോലികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെയും RRTയുടെയും നേതൃത്വത്തിൽ ഈ പടയപ്പയെ വനമേഖലയിലേക്ക് തുരത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പടയപ്പ മതപ്പാടിലായതിനാൽ പടയപ്പയുടെ അടുത്തേക്ക് എത്താൻ പാടില്ല എന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ജനവാസ മേഖലയിൽ പടയപ്പ തുടരുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ശ്രുതി. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങിയിരിക്കുന്നു.